ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സേവ് ദ ഡേറ്റിന്റെ ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതിന്റെ മുമ്പേ നമ്മൾ വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊന്നുകൂടി അതിനേക്കാട്ടിലും ഒന്നുകൂടി വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ട്യൂട്ടോറിയൽ ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സേവ് ദ വീഡിയോന്റെ ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ട്യൂട്ടോറിയലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ഇടരുത്. കാരണം കറക്റ്റ് ഒരു ഓർഡറിൽ പോയാലും നമുക്ക് എഡിറ്റ് ചെയ്ത് തരാൻ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുള്ള് നമ്മളൊരു ഐഡിയ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയയിൽ നിങ്ങൾ സ്കിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക, ആ ഒരു ട്യൂട്ടോറിയൽ മൊത്തമായിട്ട്, എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ട്രെൻഡിംഗ് ആയ ട്യൂട്ടോറിയൽസ് നമ്മൾ കൂടുതൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുള്ളൂ നിങ്ങളുടെ ഫോണിലേക്ക്. അപ്പോൾ ഗൈസ് ഈ ഒരു സേവ് ദ ഡേറ്റിന്റെ ഒരു വീഡിയോ നമ്മളിവിടെ മേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അതിന്റെ ആ ഒരു ചെക്കന്നി പെണ്ണിന്റെ ഫോട്ടോ വേണം. അപ്പോൾ ആ ഒരു ചെക്കന്നി പെണ്ണിന്റെ ഫോട്ടോ സാധാ പോലെ നമുക്ക് അത് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ രണ്ട് ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യലാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ ഒരുപാട് വെബ്സൈറ്റ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോ റൂം എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡിൽ അതുപോലെ iOS അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടി ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ ആണ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫോട്ടോ റൂം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാണുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആണ് കാണിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ഒരു ട്രാൻസ്പെറന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ചെക്കിനി പെണ്ണിനി ഫോട്ടോസ് നിങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ആപ്പ് കട്ട് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങളുടെ ഗാലറിക്ക് ഇത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്യാപ്കട്ട് പ്രോ കാര്യങ്ങളൊന്നും സാധാ ക്യാപ്കട്ട് നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സേവ് ദ ഡേറ്റിന്റെ വീഡിയോന്റെ ടെംപ്ലേറ്റ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ടെംപ്ലേറ്റ് ഞാൻ സ്റ്റാർട്ട് ടു എൻഡ് വരെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പണി പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റിസ്ക് ഒന്നുമില്ല. കാരണം ഇത് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് തരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോട്ടോസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എക്സ്ട്രാ ടെംപ്ലേറ്റ് ആക്കിയിട്ട് ആ ഒരു ടെംപ്ലേറ്റ് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നു വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് നേരെ പോവുക ഇൻസ്റ്റാഗ്രാമിൽ ആസിഫ് ഒമർ യൂട്യൂബ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഉണ്ട് ഈ ഒരു എഡിറ്റിംഗ് ചാനലിന്റെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനൽ എടുത്ത് തന്നെ ഇതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിന് ബയോ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതൊന്നും ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് നേരെ നിങ്ങൾ ആ ഒരു ബയോയിൽ താഴായിട്ട് കാണാൻ നിൽക്കുന്ന നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. അതിലാണ് ഈ ഒരു സേവ് ദ ഡേറ്റിന്റെ ഒരു വീഡിയോന്റെ ടെംപ്ലേറ്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അത്ര മാത്രം മതി. അതിന് കൂടെ ഞാൻ പറഞ്ഞത് 2 അക്കൗണ്ട് കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഗൈസ് ഈ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ ക്യാപ്കട്ടിലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു റെഫറൻസ് ആയിട്ട് ഒരു വീഡിയോ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ആയിട്ടല്ല ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റീലും കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഓവർലേ ആക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റീൽ ഇവിടെ മേക്ക് ചെയ്യുക. കാരണം എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ ടെക്സ്റ്റിന്റെ അതുപോലെ ഇമേജസിന്റെ ഓർഡർ കറക്റ്റ് ആക്കി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെഫറൻസ് ആക്കിയിട്ട് വെച്ചിട്ട് ഒരു വീഡിയോ അവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ഇനി ചെയ്യുന്നത് താഴായിട്ട് കാണുന്ന വൈറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു വൈറ്റ് ലൈനും ആ ഒരു റെഫറൻസ് വീഡിയോ വെച്ചിട്ടാണ് ഇതിന്റെ എഡിറ്റിംഗിന്റെ കളി വരുന്നത്. പിന്നെ അടുത്ത നമ്മൾ ഇനി ചെയ്യുന്നത് ഇനി ആ റെഫറൻസ് വീഡിയോത്തെ ടെക്സ്റ്റ് പോലെ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റിലേക്ക് നമ്മൾ കറക്റ്റ് ഓർഡറിൽ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു സെയിം ആയിട്ട് ടെക്സ്റ്റിനെ നിങ്ങൾ ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിക്കുന്നു എന്നുള്ള ടെക്സ്റ്റ് അതൊരു മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ താഴത്തെ ബോക്സിലെ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ മലയാളത്തിൽ ഞങ്ങൾ ഒരുമിക്കുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മലയാളം ഫോണ്ടിൽ അവിടെ കിട്ടൂല. അതിലേക്ക് നമ്മൾ ഇനി എക്സ്ട്രാ മലയാളത്തിലെ ഫോണ്ട് സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും അത് കറക്റ്റ് ആയിട്ട് അതേപോലത്തെ ഫോണ്ടായിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്കട്ടിലേക്ക് അവിടെ കിട്ടൂല. അപ്പോൾ ഈ ക്യാപ്കട്ടിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് വേറൊരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്നലെ അടക്കം എനിക്കൊരു ചെക്കൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ക്യാപ്കട്ടിൽ മലയാളത്തിൽ ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്റെ ഒരു മുമ്പ് ഞാൻ ഡീപ്പായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ക്യാപ്കട്ടിലേക്ക് മലയാളത്തിൽ ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്കട്ടിലേക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്രോം എടുത്തിട്ട് ക്രോമിൽ നിങ്ങൾ ജസ്റ്റ് കോഡ് FML ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു രതീഷ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ 2 ബോക്സിലെ നേരത്തെ ബോക്സ് നിങ്ങൾ ആ ഒരു മലയാളത്തിൽ എന്താണോ എഴുതേണ്ടത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ അതിന് താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് നമ്പേഴ്സ് ലെറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഒരു വേർഡ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതൊന്ന് അടിയത്തെ മഞ്ഞ ബോക്സ് സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ക്യാപ്കട്ടിൽ വന്നിട്ട് നമ്മൾ നേരത്തെ എഴുതിയ ടെക്സ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് കിട്ടിയ ടെക്സ്റ്റ് നിങ്ങൾ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഒരു മലയാളം ഫോണ്ട്
ഫോണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ നിങ്ങൾ കൊടുത്ത ഫോണ്ടിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടെക്സ്റ്റ് അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപ്കട്ടിൽ മലയാളം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഡീപ്പായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോത്തെ ആദ്യത്തെ ടെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കളറും അതുപോലെ ഷേഡോസ് കൊടുക്കണേ അത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടുള്ള ആനിമേഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ വരുന്നത് നമ്മൾ ആ ഒരു വീഡിയോന്റെ ലെയർ നിങ്ങൾ മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സൂം ചെയ്ത് നിന്ന് നിങ്ങൾ ആ ഒരു വൈറ്റ് ലൈൻ മെല്ലെ മെല്ലെ ഇങ്ങനെ നീക്കിയിട്ട് അപ്പോൾ ആ ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള വീഡിയോത്തെ ടെക്സ്റ്റ് കാണാം. ഓരോ ടെക്സ്റ്റിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ടെംപ്ലേറ്റ് വീഡിയോ ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പോയിന്റ് സെക്കൻഡിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് രണ്ട് വീഡിയോയിൽ മെല്ലെ നീക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഞാൻ തന്നിട്ടുള്ള ടെംപ്ലേറ്റിന്റെ വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ മാറുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ ആ ഒരു കളറിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെയർ സൂം ചെയ്താൽ തന്നോട് കിട്ടുക. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കളറിൻ്റെ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫസ്റ്റത്തെ ടെക്സ്റ്റ് നിങ്ങൾ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലത്തെ ടെംപ്ലേറ്റിന്റെ കളറിനനുസരിച്ച് ആ ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് സെറ്റ് ആയിട്ട് വന്നുള്ളത്. അതിനുശേഷം പിന്നെ ഞാൻ ടെക്സ്റ്റിന് ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആനിമേഷൻ എഫക്റ്റ് ആണ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഈ ഒരു സാധനം കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി രസം ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അതിന് സ്റ്റാർട്ടപ്പ് തന്നെ നമുക്ക് ഒരു അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടെക്സ്റ്റിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഇനി വരുന്നത് വി ആർ ഗെറ്റിംഗ് ടുഗദർ എന്നുള്ള ഒരു 3 ടെക്സ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ 3 ടെക്സ്റ്റിന് ഓരോരോ ബാക്ക്ഗ്രൗണ്ട് കളറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സ്ക്രീനിൽ. അപ്പോൾ ഈ 3 കളറിലാണ് നമ്മൾ ഇനി കറക്റ്റ് ആയിട്ട് ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ വി ആർ ഗെറ്റിംഗ് ടുഗദർ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കളർ കാര്യങ്ങളും അതുപോലെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ വി എന്നാണ് എഴുതി കൊടുത്തത്. വി എന്ന് എഴുതി കൊടുത്തിട്ട് അതിന് ഇഷ്ടപ്പെട്ട ഫോണ്ടൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ട് വി എന്നുള്ള ടെക്സ്റ്റിന്റെ ലെയറിന്റെ സ്റ്റാർട്ടിങ് മറ്റേ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ട് അതിന്റെ ഒരു വി എന്നുള്ള ടെക്സ്റ്റിന്റെ എൻഡിങ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടെമ്പറേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ റോസിന്റെ ഒരു പിക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഭാഗം വരുന്നത് അതിന്റെ തുടക്കത്തേക്ക് നിങ്ങൾ ഈ ഒരു വി എന്നുള്ള ടെക്സ്റ്റിന്റെ എൻഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വി എന്നുള്ള ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് സെന്ററിൽ കൊണ്ടുവച്ചിട്ട് സെന്ററിൽ കുറച്ചുകൂടി മേലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത നമ്മൾ ചെയ്യുന്നത് ആർ ഗെറ്റിംഗ് എന്നുള്ള ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ വീഡിയോനെ നടുവിലിട്ട് കൊടുക്കുക. നടുവിലിട്ടിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത് റീനെയിം ചെയ്ത് കൊടുക്കുക. റീനെയിം ചെയ്യുമ്പോൾ വി നമ്മൾ എഴുതി അടുത്തത് ആർ ഗെറ്റിംഗ് എന്ന് അത് എഴുതി കൊടുത്തിട്ട് കറക്റ്റ് ഈ ഒരു ടെക്സ്റ്റിന് ലെയറിന്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോന്റെ അടുത്ത കളർ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഈ ഒരു ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിങ് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അത് നിങ്ങൾ താഴേക്ക് ഒന്നുകൂടി അടിക്കാക്കി കൊടുക്കുക. പിന്നെ അത് റീനെയിം ചെയ്തിട്ട് ടുഗദർ എന്നുള്ള ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു വി ആർ ഗെറ്റിംഗ് ടുഗദർ എന്നുള്ള ടെക്സ്റ്റ് കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ടെക്സ്റ്റിന്റെ മെയിൻ ഭാഗം നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചെയ്യുന്നത് ഇതിലേക്ക് ഇനി ഒരു ചെക്കൻ്റെ ഫോട്ടോ പെട്ടെന്ന് കയറി വരുന്നത് കാണാം നിങ്ങൾക്ക് അടുത്ത ഭാഗത്തേക്ക്. അപ്പോൾ ഒരു ചെക്കൻ്റെ ഫോട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഓവർലി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ചെക്കൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ആഡ് ചെയ്തതിൽ ചെക്കൻ്റെ ഈ ഒരു കട്ട് ചെയ്തുള്ള ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞ റോസ് കളർ വരുന്നുണ്ട്. ഒരു റോസ് പൂവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ഈ ഒരു ഇമേജ് കൊടുക്കുക. പിന്നെ അതിന് എൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ പൂവിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ലവ് ചിഹ്നത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വേറെ ഒന്നും എക്സ്ട്രാ വരുന്ന കാണാൻ ഇങ്ങനെ പൊന്തിയിട്ട്. അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് അത് തുടങ്ങുന്നിടത്ത് വെച്ചിട്ട് നിങ്ങളൊരു ചെക്കൻ്റെ ഇമേജിന്റെ എൻഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ചെക്കൻ്റെ ഇമേജ് കറക്റ്റ് ആയിട്ട് ആ ഫ്ലവറിന് അനുസരിച്ച് അതിന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കറക്റ്റ് ഫ്ലവർ കിട്ടുന്ന രീതിക്ക് അതിന് സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വൈറ്റ് ലൈനിൽ നമ്മൾ ഈ ഒരു ചെക്കൻ്റെ ഇമേജ് കൊടുത്തിട്ടുള്ള ഒരു ഓവർലൈൻ്റെ സ്റ്റാർട്ടിൽ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. ആ ഒരു കീ ഫ്രെയിമിന്റെ അവിടെ വെച്ചിട്ട് പിന്നെ നിങ്ങൾ ജസ്റ്റ് ആ വൈറ്റിൽ നൂടി ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം വെക്കുക. അപ്പോൾ ആ ഒരു കീ ഫ്രെയിം വരുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ ഒരു പൂവ് ഇങ്ങനെ വലുതായി വരുന്നത്. അപ്പോൾ ആ പൂവ് മാക്സിമം എത്ര വലുതാവണോ ആ ഒരു വലുതാവണതിന്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് കീ ഫ്രെയിം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇമേജ് നമ്മൾ ഈ ഫ്രെയിമിൽ നിന്ന് അടിക്ക് കൊടുക്കൽ നീക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ ആ ചെക്ക് ഇങ്ങനെ ആ പൂവിന്റെ അടുത്ത് ഇങ്ങനെ വരുന്ന ഒരു ചെറിയൊരു ട്രാൻസിഷൻ അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഫ്ലവറും കൂടി നമുക്ക് വെക്കാണ്ട്. അപ്പോൾ ആ ഒരു പ്രിവ്യൂലായിട്ട് കാണിച്ചു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാണ്ടാവും ആ ചെക്കൻ്റെ ഫ്രണ്ടിലും കൂടി ഒരു പൂവ് ഇങ്ങനെ വലുതായി വരുന്നത്. അത് നമ്മൾ ഒന്നുകൂടി വെക്കാണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓവർലാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ചെക്കൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക, ആ ഒരു ചെസ്റ്റിന്റെ അടിയിലാക്കിയിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുന്നത് ആ ഒരു ചെക്കൻ താഴ്ത്തുന്ന ഒരു ഫ്രെയിമിലേക്ക് വന്നിട്ട് ആ പൂവിന്റെ അടുത്തേക്ക് എത്താനാവണ ആ ഒരു ടൈമിക്ക് നിങ്ങൾ ഈ ഒരു നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു പൂവിന്റെ ഇമേജിന്റെ സ്റ്റാർട്ടിങ് കൊടുക്കുക. പിന്നെ അതിന്റെ എൻഡിങ് ഒക്കെ ബാക്കിയുള്ള ഒരു ഇമേജസിന്റെ എൻഡിങ്ങിനെ പോലെ തന്നെ നിങ്ങൾ ഇതിന്റെ എൻഡിങ്ങും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഈ ഒരു ലെയറിനും കൂടി നമ്മളൊരു കീ ഫ്രെയിം കൊടുക്കണം. അപ്പൊ ഇതിന്റെ കീ ഫ്രെയിമുകൾ വരുന്നത്, ഒരു കീ ഫ്രെയിം വരുന്നത് ബാക്ക്ഗ്രൗണ്ടിലത്തെ ഒരു ചെക്കിന്റെ പിന്നിൽ നമുക്ക് ഓൾറെഡി ഒരു ഫ്ലവർ ഇങ്ങനെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ട് ഫ്ലവർ ഇങ്ങനെ വലുതായി കാണാം. അതിങ്ങനെ ചെറുതെന്ന് ഇങ്ങനെ വലുതായി വരുന്നത്. അപ്പൊ ആ ഒരു പൂവ് മാക്സിമം എത്ര വലുതാവണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഈ ഒരു നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓവറിലേക്ക്. പിന്നെ അതിന്റെ സ്റ്റാർട്ടിൽ കൂടി ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റാർട്ടിലെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഫ്ലവറിന്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. പിന്നെ താഴത്തെ ടൂൾ ബോക്സിൽ ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ ഇന്ന് എന്നുള്ളതിന് ചെറിയൊരു ഫെയ്ഡ് ഇന്നിന്റെ ഒരു ആനിമേഷൻ കൂടി ഈ ഒരു ഫ്ലവറിന് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ആനിമേഷനാണ് വന്നുള്ളത്, ടെക്സ്റ്റിന് അതുപോലെ ഇമേജിലേക്കൊക്കെ. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എഡിറ്റിന്റെ ബാക്കി പോർഷനിലൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് എങ്ങനെ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലായി മാത്രം മതി. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ഷെയ്ക്ക് ചെയ്യുന്ന ഒരു എഫക്ട് കൂടി ഇതിലേക്ക് ആ ഒരു ചെക്കിന് പിന്നെ നമ്മൾ പുതിയതായി ആഡ് ചെയ്തുള്ള ഒരു ഫ്ലവറിന് നമ്മൾ കൊടുക്കുക. അപ്പൊ അതിനായി താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി നെയ്റ്റ് ക്ലബിൽ നിങ്ങൾക്ക് അവിടെ റീബൗണ്ട് സ്വിംഗ് എന്നുള്ള എഫക്ട് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തുള്ള ചെക്കിന്റെ അതുപോലെ ഒരു ഫ്ലവറിന്റെ ഡ്യൂറേഷന് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഈ ഒരു റീബൗണ്ട് സ്വിംഗ് എന്നുള്ള ഈ ഒരു എഫക്റ്റിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ആദ്യം അതിലെ ചെക്കനോ അല്ലാന്നുണ്ടെങ്കിൽ അതിലെ ഒരു ഫ്ലവറിനോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് വെറും ആ ഒരു ഇപ്പോൾ ചെക്കനാണ് ആഡ് ചെയ്തിരിക്കുന്നത് ചെക്കൻ മാത്രമുള്ള ഒരു ഷേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇതേമാതിരി ബാക്കി ലെയറിന് കിട്ടാൻ വേണ്ടി ഈ ഒരു ലെയറിനെ നിങ്ങൾ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുത്തുള്ള ഒന്നുകൂടി ഒബ്ജക്റ്റിൽ നിങ്ങൾ പോയിട്ട് അടുത്ത ഫ്ലവറിനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും നമുക്ക് ഒരു മൂവ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനായിട്ട് നമ്മൾ ഓരോ എഫക്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചെക്കൻ്റെ ഫോട്ടോ ആനിമേറ്റ് ചെയ്ത് വരുന്ന ഭാഗം ഇപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് ആയിരുന്നു. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ അടുത്ത ഇനി വരുന്ന ഒരു പെണ്ണിന് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേ ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾ ഈ ഒരു പെണ്ണിനെ കൂടി നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പെണ്ണിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു ലവ് ചിഹ്നത്തിന്റെ ഒരു ഷേപ്പിൽ ഒരു പുതിയൊരു ഓവർലേ ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നത്. ആ ഒരു ഓവർലേയിലായിരിക്കണം ഈ ഒരു പെണ്ണിന്റെ ഭാഗം നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്ന പോലെ നിങ്ങൾ ആ ഒരു പെണ്ണിന്റെ അതുക്കും നിങ്ങൾ ഇതേപോലെ ആ ഒരു ഫ്ലവറിന് വേണ്ടിയിടത്തേക്ക് നിങ്ങൾ നമ്മൾ ഈ ദുൽഖറിന്റെ ചെയ്ത പോലെ നിങ്ങൾ കറക്റ്റ് അതേ സെയിം മെത്തേഡ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചെക്കൻ്റെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പിനെ നിങ്ങൾ ഒന്നുകൂടി റീ ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാതും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം ഡ്യൂറേഷനും കൂടും, പിന്നെ കാണുന്നവർക്ക് ചടക്കും ചെയ്യും. അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ഇതും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിവിടെ ഒരു പെണ്ണിനും കൂടി ഒരു ആനിമേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ദുൽഖറിനെ ചെയ്ത പോലെ തന്നെ അതേ സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ ഈ ഒരു പെണ്ണിന്റെ ആനിമേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണുന്ന മേലും താഴ്ന്ന ചെറിയ ലീഫ് വരുന്നത്. ആ ലീഫ് വരുന്നിടത്ത് കാണുന്ന അടുത്ത് നമ്മൾ ഈ ഒരു ചെക്കൻ്റെ അതുമാതിരി ആ ഒരു പെണ്ണിന്റെ നെയിം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഴുതാൻ എങ്ങനെയെന്ന് അറിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലീഫ് എവിടെ നിന്നാണ് വരുന്നത്, എവിടെ വെച്ചിട്ടാണ് പോണത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു പ്രിവ്യൂ ആയിട്ട് എനിക്ക് റെഫറൻസ് ആക്കി വന്നിട്ടുള്ള വീഡിയോ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ചെക്കൻ്റെ അതുമാതിരി ഒരു പെണ്ണിന്റെ നെയിം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫോണ്ട് സ്കെയില് അതുമാതിരി ഷേഡോസ് കൊടുക്കണമെങ്കിൽ ഷേഡോസ് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെടുന്ന കളർ, പിന്നെ നിങ്ങൾക്ക് ആനിമേഷൻ വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കുക. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ആ ഒരു ചെക്കിന് പെണ്ണിന് പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ അടുത്തത് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ചെക്കിന് പെണ്ണിന് വേണ്ടിയുള്ള ഒരു ഇമേജ് ഒപ്പം ആ ഒരു ഫ്ലവറിന്റെ കൂടെ ആനിമേറ്റ് ആയി വരുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ആ ഒരു ചെക്കിന് പെണ്ണിന്റെ ഇമേജ് കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടാളും ഒപ്പമല്ല ഇമേജ് ഉണ്ടിച്ചാൽ അങ്ങനെ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളി സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അത് താഴത്തുനിന്ന് മേലേക്ക് കീ ഫ്രെയിം വെച്ച് വലിക്കാതെ നിങ്ങൾ അവിടെ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫെയ്ഡിനി എന്നുള്ള ആനിമേഷൻ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെട്ട ആനിമേഷൻ അതിലേക്ക് കൊടുക്കുക. എന്നിട്ട് മേലെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ആ ഒരു ഫസ്റ്റത്തെ ഭാഗത്തേക്ക് നമ്മൾ മലയാളത്തിൽ ടെക്സ്റ്റ് ക്യാപ്ചർ എഴുതിയ പോലെ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുള്ളും മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അത് എഴുതി കൊടുത്താൽ മതി. ഒരു റെഫറൻസ് വീഡിയോ വെച്ച് നോക്കുക. ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന വലിയ സ്കൂളിച്ച് പരിപാടി ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സേവ് ദ ഡേറ്റിംഗിന്റെ ഒരു വീഡിയോ മേക്ക് ചെയ്യണത്. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മടുപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇത് പെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഈ ഒരു സെയിം വർക്ക് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടും ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ടേക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.